അതുപോലെ തന്നെ ഈ അവധിക്കാലം ആയി കുട്ടികൾക്ക് ഇപ്പം നമുക്ക് ഈ ക്രിസ്മസ് പരീക്ഷ എന്നല്ലേ പറഞ്ഞത് നമ്മൾ പണ്ടവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് 12 ദിവസം അവധിയാണ് കുട്ടികൾ കൊടുത്തിരിക്കുന്നത്, 2 ദിവസം കൂടുതൽ കൊടുത്തിരിക്കുക. ഈ ചില സ്കൂളുകളിൽ ഈ സമയത്ത് ക്ലാസ് പാടില്ല എന്ന് പറഞ്ഞാൽ HM-മാർക്ക് ചിലർക്ക് അത് മനസ്സിലാവുന്നില്ല, എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനോ കുട്ടികൾ എവിടുന്നൊക്കെ ഫോൺ നമ്പർ തപ്പിയെടുത്തിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്കൂൾ ക്ലാസ് അടങ്ങിയാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അത് ഒന്നുകൂടെ ഞാൻ പിന്നെ HM-മാർക്കും DO-മാർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ അറിവിലേക്ക് വേണ്ടി പറയുന്നു. അവധിക്കാലം പൂർണ്ണമായി തന്നെ കുട്ടികളെ കളിക്കുവാനും അവരുടെ നോൺ അക്കാഡമിക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമയമാക്കി മാത്രം മാറ്റണമെന്ന് ഞാൻ പറയുകയാണ്. ഇനി അങ്ങനെ ഒരു പരാതി ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ടൈം ടേബിളിൽ നമ്മൾ സൂംബ തുടങ്ങിക്കഴിഞ്ഞു എല്ലാ സ്കൂളുകളിലും. പരിപൂർണമായി എല്ലായിടത്തും നടത്തണമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. നടത്തിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വിജയകരമായിരുന്നു. ഈ സ്പോർട്സ്, അതുപോലെ തന്നെ കളരി, ഗെയിംസ്, ഇതെല്ലാം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആർട്സ് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 1 അവർ ഇതിനു വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്, അല്ലേ? 1 അവർ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ പ്രാവശ്യം പൂർണ്ണമായി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി കഴിയില്ല. അടുത്ത വർഷം പൂർണ്ണമായി തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ SMC, ഈ 2 സംഘടനകളാണുള്ളത്. SMC കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള സംഘടനയാണ്. PTA ഉണ്ട്. ഇത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് PTA-യുടെ ബയല തന്നെ ഓരോരുത്തരും അവരുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നത് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബയല അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അത് പൊതുജനാഭിപ്രായം തേടുന്നതാണ്. കാര്യം വെച്ചാൽ ഒരു കുട്ടി ആ സ്കൂളിൽ പഠിക്കുമ്പോൾ മാത്രമേ രക്ഷകർത്താവ് PTA മെമ്പറാകുള്ളൂ. ഇപ്രാവശ്യം ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ കുട്ടി അവിടുന്ന് 10ാം ക്ലാസ് ജയിച്ച് പോയി 10 വർഷക്കാലം കഴിഞ്ഞാൽ PTA പ്രസിഡന്റ് സ്ഥാനം മാറാൻ വേണ്ടി അവർ തയ്യാറല്ല. അതുമാത്രമുള്ള ഒരു PTA-ക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട്, എന്തൊക്കെ അധികാരങ്ങളില്ല എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് PTA-യുടെ ബൈല, അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന വളരെ പ്രധാനമാണ്. നമുക്കെല്ലാവർക്കും നമ്മൾ പഠിച്ച കോളേജിനേക്കാൾ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ സ്കൂളിനോടാണ്. അപ്പോൾ പല ആ സ്കൂളുകളിൽ പഠിച്ചവർ വലിയ ഉന്നത ഉദ്യോഗസ്ഥങ്ങളൊക്കെ ഇരിക്കുന്നവർ ആ സ്കൂളിനെ സഹായിക്കാൻ വേണ്ടി തയ്യാറാണ്. പക്ഷേ അതിനൊരു ഏകീകൃതമായിട്ടുള്ള ഒരു പ്രസ്ഥാനമില്ല. അപ്പോൾ ആ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ബൈല ജൂൺ 2-ാം വാരം അതിൻ്റെ കരട് പ്രസിദ്ധീകരിക്കുക.